ഇസ്രയേലിൽ കനത്ത നാശം വിതച്ച് ഇറാൻ. ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ഇറാൻ നടത്തിയ ശക്തമായ മിസൈൽ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടവും മരണങ്ങളുമാണ് സംഭവിച്ചത്. സെൻട്രൽ ടെൽ അവീവിൽ കനത്ത നാശമുണ്ടായെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൗത്ത് ഇസ്രയേലിൽ സ്ഥിതി ചെയ്യുന്ന ബർഷാബ നഗരത്തിലെ പ്രധാന ആശുപത്രിയായ സൊറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെ ഇറാൻ നേരിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 24 പേർക്ക് ജീവൻ നഷ്ടമായി, 838 പേർക്ക് പരിക്കേറ്റു, 5000-ലധികം ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് ഇസ്രയേലിന്റെ മധ്യ തെക്കൻ മേഖലകളെ നടുക്കിയ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് 20 മുതൽ 30 വരെ മിസൈലുകളും നിരവധി ഡ്രോണുകളും ഇറാൻ ഉപയോഗിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യം സൊറോക്കോ ആശുപത്രിയും മറ്റു സൈനിക കേന്ദ്രങ്ങളുമായിരുന്നു. സൊറോക്കോ ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. ആരോഗ്യ വകുപ്പ് അധികൃതർ നേരത്തെ തന്നെ ചില രോഗികളെ മാറ്റിയിരുന്നതിനാൽ കൂടുതൽ മരണങ്ങൾ ഒഴിവായി. ഇസ്രയേലിൽ ടെൽ അവീവിനൊപ്പം തന്നെ ഹോളോൺ, റമാദ് ഖാൻ തുടങ്ങിയ നഗരങ്ങളിലും വലിയ മിസൈൽ ആക്രമണങ്ങൾ നടന്നു. ജനങ്ങൾ ഭയന്നോടുന്നതും വാഹനങ്ങൾ ഉപേക്ഷിച്ച് വഴിയരികിൽ അഭയം തേടുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണമാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പോയ മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രത്യാക്രമണമാണ് ഉണ്ടാകുന്നത്. അത് ഇസ്രയേലിൽ ഉണ്ടാക്കിയ പ്രഹരം വളരെ വലുതാണ്. ഹിസ്ബുള്ള, ഇറാഖ് എന്നിവരും ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ ഭീഷണി മുഴക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയാൽ അതിന് കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം റഷ്യയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ റഷ്യയോട് സൈനിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ പൊതുവായ സഹകരണ ബന്ധം തുടരുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രയേൽ ഈ ആക്രമണങ്ങൾക്ക് പ്രതികരണമായി ഇറാനിലെ ചില ആണവ കേന്ദ്രങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി കനത്ത എയർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ അരാഖ് നഗരത്തിലെ ഹൈ വാട്ടർ റിയാക്ടർ അടക്കമുള്ള കേന്ദ്രങ്ങൾ അപകടത്തിലായതുമൂലം അന്താരാഷ്ട്ര ആണവ സംഘടനയായ IAEA വൻ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വലിയൊരു ആണവ ദുരന്തം വിദൂരത്തിലല്ല എന്ന വിലയിരുത്തലാണ് പല മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നത്. ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്ത് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ യുദ്ധക്കുറ്റമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ക്ഷമിക്കാനാവാത്ത ആക്രമണമാണെന്നും ഇത് രാജ്യത്തിന്റെ അവകാശത്തെ നേരിട്ട് ചവിട്ടി ആക്രമിച്ച ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാന്റെ പരമോന്നത നേതാവിനെ ആധുനിക ഹിറ്റ്ലർ എന്നാണ് വിളിച്ചത്. ഖമേനിയെ ഇനി തുടരാനായി അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹം നൽകിയിരിക്കുന്ന കടുത്ത പ്രസ്താവന. ഇതിനു പിന്നാലെ ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഇരു കക്ഷികളോടുമായി സമാധാനത്തിനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ബിർഷബയിലെയും മറ്റ് തെക്കൻ നഗരങ്ങളിലെയും രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാൻ ശ്രമം നടന്നുവരികയാണ്. ആംബുലൻസുകൾ, ഫയർഫോഴ്സ്, പോലീസുകാർ, രക്ഷാപ്രവർത്തകർ എന്നിവർ കഠിനമായ പരിശ്രമത്തിലാണ്. കൂടാതെ നിരവധി രക്ഷാപ്രവർത്തകർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഇതുവരെ തങ്ങൾ കഠിനമായ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഇറാൻ അതിക്രമം തുടർന്നാൽ അതിനുള്ള മറുപടി അതിലധികം ശക്തമായിരിക്കുമെന്നും ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇറാൻ സൈനിക വിഭാഗം അതിന്റെ ഭാവി നടപടികൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നിലവിലെ നിലപാട് പ്രകാരം യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിധത്തിൽ ഒരു സാധ്യതയുമില്ലെന്ന് രാജ്യാന്തര വിശകലനങ്ങൾ വിലയിരുത്തുന്നു. യുദ്ധം ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ മധ്യപൂർവ്വ മേഖലയിൽ അതിമാരകമായ എണ്ണവില ഉയരുകയാണ്. ആഗോള ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ ഭീതി വ്യാപിച്ചിരിക്കുകയാണ്. നിരവധി രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്ത്യയും US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷം തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം മധ്യപൂർവ്വം മാത്രമല്ല ആഗോളതലത്തിലും അനുഭവപ്പെടും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുവാൻ ഇസ്രയേലിനൊപ്പമുള്ള പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. ആണവ നിലയങ്ങൾ തകർക്കാനുള്ള GBU-57 ബങ്കർ ബസ്റ്ററുകളും അത് വഹിക്കാൻ പ്രാപ്തിയുള്ള യുദ്ധവിമാനങ്ങളും ഡീഗോഗാഷിയിൽ എത്തിക്കഴിഞ്ഞു. അവിടെയുള്ള സൈനിക താവളത്തിലാണ് ഇറാനെതിരായ യുദ്ധത്തിന്റെ അരങ്ങൊരുങ്ങുന്നത്. അമേരിക്കൻ സേനയിലെ പരിശീലന വൈദഗ്ധ്യമുള്ള സൈനികർ അതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായാണ് വിവരം. ആണവ കരാറിൽ ഒപ്പിടുകയല്ലാതെ ആണവ നിലയങ്ങൾ തകർക്കുന്നതിൽ നിന്നോ
ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നിന്നോ അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്മാറ്റുവാനായി യാതൊന്നും തന്നെ മുൻപിലില്ലാത്ത അവസ്ഥയാണ് ഇറാന്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി ഏത് നിമിഷവും വധിക്കപ്പെട്ടേക്കാം. ആണവ കരാറിൽ ഇറാൻ ഒപ്പിടുന്നതിലൂടെയോ അലി ഖമേനിയുടെ ഭരണ തകർച്ചയിലൂടെയോ അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്.